ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 270 എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 36 അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 വാക്യം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിൽ ഉള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. എന്തുകൊണ്ടാണ് ദൂരെ ഒരു ദേശത്തേക്ക് പോയത്? അതിന് ആദ്യത്തെ ഉത്തരം നാം കഴിഞ്ഞ ഭാഗത്തിൽ ഓർക്കുകയുണ്ടായി. അത് 7 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഇതിനു മുൻപും നമുക്ക് അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയാനുള്ളൊരു കാരണമായി ഇതിനെ പ്രധാന വിഷയമായി നമുക്ക് ചിന്തിച്ചതായിരുന്നു. വിശുദ്ധ ബൈബിൾ അത് പഠിപ്പിക്കുന്ന വിഷയമാണ്. സമ്പത്ത് അധികമായതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ അർത്ഥത്തിൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ഭൗതികമായുള്ള അനുഗ്രഹങ്ങൾ കൂടുന്നത് സഹോദരന്മാർ തമ്മിൽ അകലുവാൻ മുഖാന്തരം ആകാതെ ഇരിക്കട്ടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് യാക്കോബിനെ വിട്ട് ഏശാവ് ദൂരത്തേക്ക് പോയത്? അത് നാം 7 വാക്യത്തിൽ തന്നെയാണ് വായിക്കുന്നത്. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. ദേശത്തിന് വഹിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തായിട്ട് ആടുമാടുകൾ ഈ 2 പേർക്കും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദേശത്ത് ഇവർ പാർക്കുമ്പോൾ ഇവരുടെ മൃഗസമ്പത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വേണമായിരുന്നു. എന്നാൽ ആ ദേശത്ത് ഇവർ തനിയെ പാർക്കുമ്പോൾ അവരുടെ ആടുമാടുകൾ ഹേതുവായി ആ ദേശത്തിന് വഹിച്ചു കൊടുവാൻ കഴിയാതെ വണ്ണമുള്ള ഭാരം അവർ നിമിത്തം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഞാനൊരു വസ്തുത ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചത് എത്രമാത്രം ഒരു വലിയ വ്യാപ്തിയിലായിരുന്നുവെന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. ഏശാവിനെ പോലെ ദൈവത്തിന് പ്രതികൂലമായി നിന്നൊരു മനുഷ്യനായിരുന്നിട്ട് കൂടെ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ജീവിതത്തിൽ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു മനുഷ്യനായിട്ട് കൂടെ ദൈവം അവിടുത്തെ വിശ്വസ്തത കാത്തുപാലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തോട് വിശ്വസ്തരായി നിന്നാൽ എത്രയധികം നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭൗതികമായ നന്മകൾക്കപ്പുറം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആത്മീയമായിട്ടുള്ള നന്മകൾ നമുക്ക് തരാം എന്നുള്ളതാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ ദിവസത്തിലും ആത്മീയമായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഉപയുക്തരാക്കപ്പെടേണ്ടതിന് ജീവിതത്തിൽ കർത്താവിനോട് വളരെ വിശ്വസ്തയോടെ ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയും നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. മൂന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് ഏശാവ് യാക്കോബിനെ വിട്ട് ദൂരെ ഒരു ദേശത്തേക്ക് പോയത് എന്നുള്ളത് കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കനാൻ ദേശം സ്വർഗത്തിലെ ദൈവം അബ്രഹാമിൻ്റെ തലമുറകൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ കനാൻ ദേശം യാക്കോബിനും സന്താനങ്ങൾക്കും നൽകും എന്ന ദൈവിക വാഗ്ദാനത്തിൻ്റെ നിവർത്തീകരണത്തിന് ഏശാവ് ദൂരേക്ക് പോകേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. ചില കാര്യങ്ങൾ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലിനപ്പുറത്ത് ചില കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന വിഷയം, അത് ദൈവം ചിലത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്.
പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഇസഹാക്കിൻ്റെ മകനായിട്ടുള്ള ഏശാവ് അതേ അപ്പൻ്റെ മകനായ യാക്കോബിൽ നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യക്തമായ മറ്റൊരു കാരണം വചനത്തിൻ്റെ പഠനത്തിനിടയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ദൈവം ഈ ദേശം യാക്കോബിൻ്റെ തലമുറകൾക്ക് നൽകുമ്പോൾ ഏശാവ് ദൂരെ ഒരു ദേശത്തേക്ക് പോകേണ്ടുന്നതിൻ്റെ അനിവാര്യത കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീയമായ ശരിയായ ജീവിതമാണ് അങ്ങ് നയിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങയുടെ ജീവിതത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിരവധി വസ്തുതകൾ വന്നു ഭവിക്കുമ്പോൾ ഭയപ്പെടേണ്ട. ദൈവം ചില കാര്യങ്ങൾ കണക്ക് കൂട്ടിയതുകൊണ്ട്, ചില നന്മകൾ അങ്ങയ്ക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് വന്നു ഭവിക്കുന്നതാണ്. കർത്താവിന് അങ്ങയെപ്പറ്റി വലിയൊരു ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ അനേക പദ്ധതികൾ അങ്ങയിലൂടെ നിവർത്തിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ ഓർക്കണം, അങ്ങ് ദൈവത്തോട് വിശ്വസ്തനാകണം. ദൈവഹിതത്തിന് വിപരീതമായി നിന്നാൽ ദൈവം അങ്ങയെ ഉപയോഗിക്കുകയില്ല. ദൈവം വിശ്വസ്തതയുടെ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവം ക്രമങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന് തന്നിൽ ആശ്രയിക്കുന്ന ഒരാളിലൂടെ അനേക വസ്തുതകൾ നിവർത്തിക്കാനായിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ജീവിതങ്ങൾ നടപ്പിലാക്കേണ്ടതിന് ഒരുപക്ഷെ നാം ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ദൈവം ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. ഇവിടെ ഇതാ ഏശാവിനെ ദൂരേക്ക് ദൈവം പറഞ്ഞയക്കുമ്പോൾ അത് ദൈവിക കാര്യപരിപാടിയുടെ മറ്റൊരു ഭാഗമായിരുന്നുവെന്നുള്ളത് വചനപഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണ്. അതുകൊണ്ട് യാക്കോബേ, നീ ഏകനാക്കപ്പെട്ടു എന്ന് ഭയപ്പെടേണ്ട. ദൈവം നിന്നോടുകൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ഭവിക്കുവാൻ, അത് നന്മകളായി തീരുവാൻ ദൈവം ചിലത് അനുവദിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഇന്ന് ചിന്തിക്കാത്ത പല കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് അങ്ങ് എത്തിക്കുന്നുവെന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ ഉണ്ടാകുന്നത് സ്തോത്രം ചെയ്യുവാൻ ഏറെ മുഖാന്തരമാകുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ ദൈവം മുൻപാകെ തുറന്നിരിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എല്ലാ കേൾവിക്കാർക്കും കർത്താവിൻ്റെ നന്മകൾ തുടർന്നും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.